ഇത് 95-ലും അതിനു മുമ്പും ഇത് മൂന്നാം തവണയാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്തേക്ക് എത്തുന്നത്. 95-ലെ സംസ്ഥാന സമ്മേളനം അത് CPM-ന്റെ ചരിത്രത്തിൽ ഉള്ള സംസ്ഥാന സമ്മേളനമാണ്. അന്നാണ് ഈ പറയുന്ന വെട്ടിനിർത്തൽ എന്ന പ്രയോഗമൊക്കെ ഉണ്ടാകുന്നത്. അന്ന് VS അച്യുതാനന്ദൻ പക്ഷവും CITU പക്ഷവും നേർക്കുനേർ നിന്ന ഒരു സംസ്ഥാന സമ്മേളന കാലയളവ്. VS പിണറായി എന്ന ഒരു പക്ഷമാണ്, മറുസൈഡിൽ സുശീല ഗോപാൽ, MM ലോറൻസ് അടക്കമുള്ള VB ചെറിയാൻ അടക്കമുള്ള നേതാക്കൾ മറുസൈഡിൽ. അങ്ങനെ വെട്ടിനിരത്തൽ എന്ന പ്രയോഗത്തിൻ്റെ ആദ്യ സൂചന, അല്ലെങ്കിൽ CPM-ലെ അക്കാലത്ത് അതിനുശേഷം പിന്നെ ആഞ്ഞുകത്തി വിഭാഗീയതയുടെ തുടക്കമുണ്ടാകുന്നത് 95-ലെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ CPM-ന്റെ ചരിത്രത്തിൽ ഒരുപാട് വിഭാഗീയത കണ്ടു. അതിനുശേഷം അന്ന് VS-നൊപ്പം കട്ടക്ക് പിണറായി വിജയൻ VS-ന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് കണ്ടു. VS പിണറായി ഏറ്റുമുട്ടലൊരു ദീർഘകാലം കണ്ടു. അത് കഴിഞ്ഞ് പിണറായി വിജയൻ പൂർണ്ണമായി പാർട്ടി പിടിച്ചടക്കുന്നതും VS പക്ഷം അപ്രസക്തമാകുന്നതും കണ്ടു. എന്ന് പറയുമ്പോൾ പോലും ഈ കൊല്ലം ജില്ല അക്കാലത്ത് VS-ന്റെ അതിശക്തമായ പടയാളികളുള്ള ഒരു സ്ഥലമായിരുന്നു. PK ഗുരുദാസനാവട്ടെ, മെഴ്സിക്കുട്ടിയമ്മയാവട്ടെ, ഇവരൊക്കെ VS അച്യുതാനന്ദനൊപ്പം ഏറ്റവും ഒടുവിൽ വരെ പിടിച്ചു നിന്ന കാലം ഒരു ജില്ല കൂടിയാണ്. ബാക്കി എല്ലാ ജില്ലയും ഔദ്യോഗിക പക്ഷത്തോടൊപ്പം ചേരുമ്പോഴും അതിൻ്റെ വിഭാഗീയത തീർന്ന ഏറ്റവും ഒടുവിൽ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം ചേർന്ന നേതാക്കളുള്ള VS-ന്റെ ഇടവും വലവും നിന്ന ശക്തരായ നേതാക്കളുള്ള സ്ഥലം കൂടിയാണ് കൊല്ലം. അതൊക്കെ വിഭാഗീയതയുടെ പഴങ്കഥ. പുതിയ കാലത്ത് CPM-ൽ പിണറായി VS വിഭാഗീയത അത്തരത്തിൽ നേതൃനിരയിലെ വിഭാഗീയതയില്ല. വിഭാഗീയതയുണ്ട് എന്ന് പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു. അത് പക്ഷേ നേതൃനിരയിലെ വിഭാഗീയതയല്ല, താഴെത്തൽ കരുനാഗപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ കാണുന്ന വിഭാഗീയതയാണ്. അത് മറ്റൊരു സ്വഭാവമാണ് അതിനുള്ളത്. എന്തായാലും അതാണ് കൊല്ലം. CPM-നെ സംബന്ധിച്ച് ഒരു സാധാരണ ജില്ലയല്ല. അതിന് വലിയ ആഴത്തിൽ വേരോട്ടമുള്ള സംഘടനാ ചരിത്രത്തിൽ അധ്യായങ്ങളിൽ, അല്ലെങ്കിൽ സംഘടനാ ചരിത്രത്തിൽ തന്നെ കൊല്ലം രേഖപ്പെടുത്തപ്പെട്ടൊരു ജില്ലയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആഴത്തിൽ വേരോട്ടമുള്ള, നേരത്തെ പറഞ്ഞ പോലെ CPM-നും CPI-ക്കും RSP-ക്കും ഫോർവേഡ് ബ്ലോക്കിനും എന്ന് വേണ്ട രാജ്യത്തെ എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും യൂണിറ്റുകളുള്ള, ആഴത്തിൽ വേരോട്ടമുള്ള, ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു 100 പ്രവർത്തനങ്ങൾ, ഏത് ചെറിയ സംഘടനയ്ക്കും ഒരു 150 പ്രവർത്തനങ്ങളുമുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ മേഖലയാണ്. ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ BJP-ക്ക് ഒരുപക്ഷെ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ഒക്കെ BJP-ക്ക് വേരോട്ടമുണ്ടാക്കാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമ്പോൾ, കൊല്ലത്ത് കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതിനർത്ഥം ഈ അവിടുത്തെ മനുഷ്യരുടെ അടിയുറച്ച ഇടതുപക്ഷ സ്വഭാവമാണ്. അതുമാത്രമല്ല, ഈ പറയുന്ന സാംസ്കാരിക ഇടതുപക്ഷം എന്ന് പറഞ്ഞ തോപ്പിൽ വാസി അല്ലെങ്കിൽ KPSC എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ സാഹിത്യത്തിലൂടെ CPM-നെ വളർത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ CPM-ന് സാഹിത്യശാഖയ്ക്ക് ഒരുപാട് സംഭാവന നൽകിയ ONV ദേവരാജൻ്റെ പാട്ടുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അവരുടെ ഗാനങ്ങൾ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ആവേശകരമായ കാര്യമൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെ CPM-ന്റെ ഒരു അക്കാഡമിക്, അല്ലെങ്കിൽ ഒരു സാഹിത്യശാഖയ്ക്ക് വലിയ തോതിൽ സംഭാവന നൽകിയ ഒരു ജില്ല. അങ്ങനെ പല അർത്ഥത്തിൽ CPM-ന് കൊല്ലം എന്ന് പറഞ്ഞ സ്പെഷ്യൽ ജില്ലയാണ്. ആ സ്പെഷ്യൽ ജില്ലയിൽ CPM സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ അതിൻ്റെ സംസ്ഥാന സമ്മേളനം പൂർത്തീകരിച്ച് പൊതുസമ്മേളനത്തിലേക്ക് പോകുന്നു. പൊതുസമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം ലക്ഷങ്ങളെയാണ് നിരത്തുന്ന വലിയ ബഹുജന മാർച്ച് അവിടെ നടക്കാൻ പോകുന്നു. 2.5 ലക്ഷം എന്നൊക്കെ പറയുന്നത് കൊല്ലത്തെ CPM-നും, അല്ലെങ്കിൽ നേരത്തെ സലീം മാലിക് പറയുന്നത് പോലെ മറ്റ് ജില്ലകളിലെ സഹായം ഒരുപക്ഷെ ഈ പറയുന്ന സംഖ്യ പ്രവർത്തകരെ എത്തിക്കാൻ കൊല്ലത്തെ CPM-ന് ആവശ്യമില്ല. അത്രത്തോളം ആഴത്തിൽ സംഘടന എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം സംസ്ഥാന സമിതി അംഗങ്ങൾ കൊല്ലത്തുനിന്നുണ്ടാവുമെന്ന് പറയുമ്പോൾ അത് ഉറപ്പായും അവിടുത്തെ അംഗസംഖ്യ കൂടി വെച്ചിട്ടാണ് സംസ്ഥാന സമിതി അംഗങ്ങളുടെ എണ്ണം സംസ്ഥാന സമിതിയിൽ കൂടുന്നത്. അത്രയധികം അംഗസംഖ്യ ഉള്ള ജില്ല കൂടിയാണ് കൊല്ലം. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ, എന്തായാലും സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. അതിലെ ഒഴിവാക്കലുകളൊക്കെ ചർച്ചയായി. P ജയരാജൻ വരാത്തത് എന്തുകൊണ്ടാണ് എന്നതൊക്കെ ചർച്ചയൊക്കെ കഴിയുന്നു. ഇനിയിപ്പോൾ കൊല്ലത്തിൻ്റെ കണ്ണുകൾ അത്രയും ആശ്രാമ മൈതാനിയിലേക്കാണ്. അവിടെ അല്പസമയത്തിനകം രൂപപ്പെടാൻ പോകുന്ന ഒരു ചെങ്കടലിലേക്കാണ്, പശ്ചാത്തലത്തിൽ ഉയരാൻ പോകുന്ന പാതയോരങ്ങളെ തുടങ്ങിയ വിപ്ലവ ഗാനങ്ങളിലേക്കാണ്. അരുൺ രാജ്. തീർച്ചയായും ഹാഷ്മി, വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരുക്കങ്ങളടക്കം ഉള്ള കാര്യങ്ങൾ അത് പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ SPMO അടക്കം നമ്മളോടൊപ്പം ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് വരുന്ന മണിക്കൂർ? ജനങ്ങൾ ഫലത്തിൽ കഴിഞ്ഞ 3 ദിവസമായി കൊല്ലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമാപന ദിവസമായിട്ടുള്ള ഇന്ന് റാലി കാണാനും വാളണ്ടിയർ മാർച്ച് കാണാനും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേൾക്കുന്നതിനുമെല്ലാമായി 25,000-ഓളം റെഡ് വാളണ്ടിയർമാരും ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന ജനങ്ങളും ഇവിടെ ഒഴുകിയെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം തന്നെ പട്ടണം ആകെ വീർപ്പ് മുട്ടുന്ന നിലയിലേക്ക് ജനങ്ങൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും, കേരളം എന്ന് മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ആളുകളുമെല്ലാം കഴിഞ്ഞ 3-4 ദിവസമായി ഇവിടത്തേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയിലുള്ള വിശ്വാസം ആളുകൾക്ക് വർദ്ധിച്ചു വരുന്നു, സർക്കാരിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നു. ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഒറ്റ മനസ്സോടെ ഉണ്ട് എന്ന് പുതിയ നയമാറ്റം അടക്കം ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തും ഈ സമ്മേളനം. പാർട്ടി ചർച്ച ചെയ്തിട്ടുള്ള നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ പാർട്ടിക്ക് ഇരട്ടി കരുത്തും പാർട്ടി സഹാക്കൾക്ക് ആത്മവിശ്വാസവും പകരുന്ന നിലയിലാണ്
സമ്മേളനങ്ങളുടെ ഓരോ തീരുമാനങ്ങളും ഞങ്ങൾ എടുത്തിട്ടുള്ളത് പുറത്തു വരുമ്പോൾ അതെല്ലാം വ്യക്തമാവും. സംസ്ഥാന കമ്മിറ്റി അംഗമാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. എന്തായാലും എസ് ജെ മോൻ അടക്കം നേരത്തെ പറഞ്ഞതുപോലെ 25,000 വരുന്ന റെഡ് വോളണ്ടിയർമാർ, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള CPM-ന്റെ പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. എന്തായാലും ആശ്രമ മൈതാനം ഇപ്പോൾ പ്രവർത്തകരെ കൊണ്ട് ഒരു ഭാഗമടക്കം പൂർണ്ണമായും നിറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ റിസർവ് ചെയ്തിട്ടുള്ള കസേരകളാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ റെഡ് വോളണ്ടിയർമാർ എന്നിവർക്ക് മാത്രമാണ്. അതിനുശേഷം ഈ വരുന്ന ഭാഗങ്ങളിലെല്ലാം വലിയ തോതിൽ ജനങ്ങളുടെ ഒരു ഒഴുക്ക് ഉണ്ട്. കാരണം വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്ന്, ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നടക്കം പ്രവർത്തകരെ ഇവിടെ എത്തിക്കാൻ CPM-ന് കഴിഞ്ഞു എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ 30 വർഷത്തിന് ശേഷം കൊല്ലം ജില്ലയിലേക്ക് വരുന്ന സംസ്ഥാന സമ്മേളനം അത് നേരിൽ കാണുക, അതിൽ പങ്കാളിയാവുക എന്ന ലക്ഷ്യമാണ് കൊല്ലം ജില്ലയിൽ തന്നെ ഓരോ CPM പ്രവർത്തകരെ സംബന്ധിച്ചുമുള്ളത്. അതിന്റെ ഒരു ഓളം, ഒരു ആഘോഷം അത് ഇവിടെ എല്ലാം തന്നെയുണ്ട്. നേതാക്കൾക്കൊപ്പം ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ, ഈ പ്രദർശനങ്ങൾ അതെല്ലാം കാണുക. അങ്ങനെ CPM സംസ്ഥാന സമ്മേളനത്തോടൊപ്പം ചേരുന്ന ഒരു പ്രതിനിധിയാണ് ജനങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നത്. നമ്മുടെ ക്യാമറമാൻ അവിടെ കൂടി ദൃശ്യങ്ങൾ പാൻ ചെയ്യും. ആ ദൃശ്യങ്ങൾ അത് ഇപ്പോൾ തന്നെ വിവിധ സ്ഥലങ്ങളിൽ, അത് ആശ്രമ മൈതാനത്തിൽ ഒരു തവണയെങ്കിലും വന്നിട്ടുള്ളവർക്ക് അറിയാം. കാരണം വലിയ വെയിലാണ്. അതുകൊണ്ട് തന്നെ ഈ തണൽ പിടിച്ച ആൾക്കാർ ഇപ്പോൾ തന്നെ ഒരു സൈഡിൽ പൂർണ്ണമായും കസേരയിട്ട് ഇരുന്ന് കഴിഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും, അതുപോലെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദമാഷും അടക്കം ഇവിടേക്ക് എത്തുമ്പോൾ എന്താണ് പാർട്ടി നിലപാട് പറയാൻ പോകുന്നത്, പുതുതായി സംസ്ഥാന കമ്മിറ്റി എടുത്ത നയവും രീതിയും നിലപാടുമൊക്കെ എല്ലാം വിശദീകരിക്കും. അതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വലിയ ജനബാഹുല്യം ഉണ്ടാകും എന്നുള്ളതാണ് CPM പറയുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രകടനങ്ങളുടെ ഒപ്പം തന്നെയായിരിക്കും CPM പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരുക. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള CPM-ന്റെ വലിയ രീതിയിലുള്ള ജനസഞ്ചയം ഇവിടേക്ക് എത്തുന്ന കാഴ്ച രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. വോളണ്ടിയർ മാർച്ച് തുടങ്ങുകയാണോ അതോ അതിനുള്ള ഒരുക്കങ്ങളിലാണോ നമ്മൾ ഈ ആകാശ ദൃശ്യങ്ങൾ കാണുന്നത്? സൂസൻ കോടി വളരെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണെങ്കിലും വളരെ ഊർജ്ജസ്വലമായി ഈ പറയുന്ന കേഡർമാരെ അണിനിരത്തി നിർത്താനൊക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. റെഡ് വോളണ്ടിയർ മാർച്ച് തുടങ്ങുകയാണോ അരുൺ? അശ്വി, അല്പസമയത്തിനകം തന്നെ റെഡ് വോളണ്ടിയർ മാർച്ച് 2 സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിക്കും. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും അതുപോലെ തന്നെ ഈ കന്റോൺമെന്റ് മൈതാനത്ത് നിന്നും. സൂസൻ കോടിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട റെഡ് വോളണ്ടിയർമാരുടെ ചുമതല. അത് ഒരു കാര്യം കൂടിയുണ്ട്. അതിൽ പ്രത്യേകത, സൂസൻ കോടി 30 വർഷം മുമ്പ് കൊല്ലത്ത് ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു, വനിതാ ക്യാപ്റ്റനായിരുന്നു സൂസൻ കോടി. അതുകൊണ്ട് തന്നെ ആ അനുഭവ സമ്പത്ത് കൂടി സൂസൻ കോടിക്കുണ്ട്. സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോഴും ഇപ്പോൾ ഈ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ റെഡ് വോളണ്ടിയർമാരുടെ പരേഡിന്റെ ചുമതല, അതുപോലെ തന്നെ അവർ ഇവിടേക്ക് എത്തുന്നതിന്റെ മുഴുവൻ ചുമതലയും സൂസൻ കോടിയിൽ നിക്ഷിപ്തമാണ്. എന്തായാലും ഈ വലിയ തോതിൽ അത് സംസ്ഥാന നേതാക്കൾ, നേരത്തെ ഈ വേദിയിലടക്കം ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കെ വരദരാജൻ അടക്കമുള്ളവർ ഇപ്പോഴും ഇതിന്റെ സംഘാടകരായി, ഈ സ്വാഗത സംഘത്തിന്റെ പൂർണ്ണസമയ പ്രവർത്തകരായി ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും വലിയ ജനസഞ്ചയം ഇവിടേക്ക് എത്തുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങൾ അത് ഓരോ സ്ഥലവും കൊല്ലം അക്ഷരമാർത്ഥത്തിൽ തന്നെ ചെങ്കടലായി മാറിയിരിക്കുന്നു. ഈ ഓരോ സ്ഥലങ്ങളിലും CPM പ്രവർത്തകരെയും കൊണ്ട് പരിപൂർണമായും നിറഞ്ഞിട്ടുണ്ട്. 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഈ വേദിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച ജനങ്ങളോട്, അവരുടെ പാർട്ടി പ്രവർത്തകരോട് സംസ്ഥാനത്തെ CPM സ്വീകരിച്ച നിലപാട്, ആ നിലപാട് കേൾക്കുക. ആ നിലപാട് എന്ത് എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെ വിശദീകരിക്കുകയും ചെയ്യും. അരുൺരാജ് ആണ് വിവരങ്ങൾ നൽകിയത്. വലിയ വിപ്ലവത്തിന്റെ, വലിയ സമരങ്ങളുടെ ചരിത്രമുറങ്ങുന്ന കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സമ്മേളനം പൂർത്തിയായി. ജാഥ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി വോളണ്ടിയർ മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നു. ശൂരനാട് കലാപം അല്ലെങ്കിൽ ശൂരനാട് സമരം, കടക്കൽ സമരം എന്നൊക്കെ പറയുന്ന ചരിത്രത്തിൻ്റെ ഏടുകളിൽ വലിയ രണസ്മരണകളായി കിടക്കുന്ന സമരങ്ങളാണ് അവ. ഈ പറയുന്ന കണ്ണൂർ, കയ്യൂർ, കരിവള്ളൂർ, പുന്നപ്ര, വയലാർ എന്നൊക്കെ പറയുന്ന സമരഗണത്തിലേക്ക് തന്നെ ഉയർത്തിവെക്കാവുന്നതാണ് ശൂരനാട് സമരവും കടക്കൽ സമരവും ഒക്കെ. അപ്പോൾ അങ്ങനെ ആ സമരത്തിൻ്റെ പാരമ്പര്യം പേറുന്ന കൊല്ലത്തിന് ചുവന്ന നമ്മൾ അല്പസമയത്തിനകം വോളണ്ടിയർ മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നു. ചെങ്കടലാകാൻ പോകുന്നു കൊല്ലം എന്ന കാര്യത്തിൽ തർക്കം വേണ്ട.